അങ്ങനെ നീണ്ട 3 മാസങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ശേഷം ഞാനും എൻ്റെ ഫാമിലിയും താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡിന് ദുബായ് വിസിറ്റ് ചെയ്തു. ഇത് ഒരു വ്ളോഗ് അല്ല, ദിസ് ഇസ് മോർ ഓഫ് എ റാൻറ്റ് അബൌട്ട് മേക്ക് മൈ ട്രിപ്പ് ആൻഡ് ഹൗ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫ്ലൈയിങ് ഇൻ്റർനാഷണലി ഫോർ എ വെക്കേഷൻ ദർ ആർ സം തിങ്സ് ദാറ്റ് യു ഷുഡ് പേ അറ്റൻഷൻ ടു. നിങ്ങൾക്ക് വെറുതെ ക്ലിപ്സ് മാത്രം കണ്ടാൽ മതി, ദുബായിലെ സൈറ്റ്സ് ഒക്കെ കണ്ടാൽ മതിയെങ്കിൽ മ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ. ബട്ട് അതർവൈസ് ഐ തിങ്ക് യു ഷുഡ് ആബ്സല്യൂട്ട്ലി ലിസൺ ടു ദ വോയിസ് ഓവർ ബിക്കോസ് ഐ വിൽ ടെൽ യു എക്സാക്ട്ലി ഹൗ മേക്ക് മൈ ട്രിപ്പ് ടേൺഡ് മൈ ട്രിപ്പ് ഇൻ ടു എ നൈറ്റ്മെയർ. അപ്പോൾ ടു ഗിവ് യു സം ഹിസ്റ്ററി, ഞാൻ മേക്ക് മൈ ട്രിപ്പിനെ ആദ്യം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് മോളുടെ രണ്ടാമത്തെ ആളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ആൻഡ് ഐ ഡി നോട്ട് വാണ്ട് എനിത്തിങ് ടു ഗോ റോങ്. ഒരു ചെറിയ കുട്ടിയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സൊക്കെ പേരൻസിന് ഊഹിക്കാവുന്നതാണല്ലോ. വിച്ച് ഇസ് വൈ നമുക്കും അപ്പോൾ തിരക്കായിരുന്നു. നമുക്കും ഇരുന്നിങ്ങനെ ഓരോന്ന് റൂം വേറെ ഹോട്ടൽ വേറെ അങ്ങനെയൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഞാനൊരു ട്രസ്റ്റഡ് ഇൻ ക്വോട്ട്സ് ഐ മേക്ക് മൈ ട്രിപ്പിനെ സെലക്ട് ചെയ്തത്. When I talked to their agent, the first thing I did was ഞങ്ങളുടെ 4 പേരുടെയും പാസ്പോർട്ട്സ് ഞാൻ കൊടുത്തു. And I said താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡിന് ദുബായിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരാം, 4-5 പാക്കേജസ് കാണിച്ചോളൂ, അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യാം. സോ ദി ഏജന്റ് റിവേർട്ടഡ് വിത്ത് ലൈക്ക് 5-6 പാക്കേജസ്, പല ബഡ്ജറ്റ്സിൽ 4-star അക്കോമഡേഷൻ, 5-star അക്കോമഡേഷൻ, എക്സ്ക്യൂസ് മീ, പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള കുറേ പാക്കേജസ് ആയിട്ട് ആ കുട്ടി തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. ഈ പാക്കേജസ് എല്ലാം നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഫിറ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഞാൻ എടുത്തത്, വിച്ച് ഹാഡ് ലൈക്ക് 4-star അക്കോമഡേഷൻ, പ്രൈവറ്റ് ട്രാൻസ്ഫേഴ്സ്, പിന്നെ നമുക്ക് പറ്റുന്ന പോലെ ടൈം ചെയ്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ്. അതായത് ഒരു ദിവസം തന്നെ 2 ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ 2 ആക്ടിവിറ്റിയുടെ ഇടയിലും അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഐ കൻ ഫീഡ് ദ ചിൽഡ്രൻ, ഡയപ്പർ ചേഞ്ചിങ്, ഈ വക കാര്യങ്ങൾക്കൊക്കെ ടൈമുള്ള പോലത്തെ ഒരു ഐറ്റിനറി ആയിരുന്നു. നൗ ട്രാവലിന് 5 ദിവസം മുന്നേ, by the way, ഈ പാക്കേജിന് ഇറ്റ് കോസ്റ്റഡ് us 3.5 lakhs, വിസ, ഫ്ലൈറ്റ്, അക്കോമഡേഷൻ, ട്രാൻസ്ഫേഴ്സ്, ട്രാവൽ ഇൻഷുറൻസ്, ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സീം റീസണബിൾ ഇനഫ് ഫോർ മീ, 4 പേർക്കല്ലേ. അപ്പോൾ അങ്ങനെ 5 ദിവസം മുന്നേ ഐ സ്റ്റാർട്ട് പ്രിന്റിംഗ് ഔട്ട് ടിക്കറ്റ്സ്, വിസസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ദെൻ ഐ നോട്ടീസ് 2 ബിഗ് പ്രോബ്ലംസ്. ഫസ്റ്റ് ഇസ് ദാറ്റ് രണ്ടാമത്തെ മോളുടെ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ്സിൽ അവളുടെ ജെൻഡർ തെറ്റാ. റിമെമ്പർ, ഞാൻ അവർക്ക് ആദ്യം കൊടുത്ത ഡോക്യുമെന്റ് ഇസ് ദ പാസ്പോർട്ട് പോലത്തെ ഒരു ഡോക്യുമെന്റ് കയ്യിലുണ്ടായിരുന്നിട്ട് ജെൻഡർ തെറ്റിച്ചു. എന്നിട്ട് അത് ചെക്ക് ചെയ്യാതെ ഞങ്ങൾക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്തു. ഇത്രയും വലിയൊരു ഇൻകോമ്പിറ്റന്റ് എറർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഇസ് ദാറ്റ് 4 പേരുടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് ഇവർ 4-star റൂം എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് ഒറ്റ ബെഡുള്ള ഒരു റൂമാണ്, നോട്ട് ഈവൻ ട്വിൻ ബെഡ്സ്, ഒറ്റ ഒരു ഡബിൾ ബെഡ് പോലത്തെ ഒരു സാധനമുള്ള റൂമാണ്. അതിനകത്ത് എങ്ങനെ 4 പേര് കിടക്കും? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ ഞാൻ ആ ഏജന്റിനെ തിരിച്ച് വിളിക്കുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ടിക്കറ്റിന്റെ എറർ നിങ്ങൾ എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ അബൌട്ട് ഇറ്റ്, പ്ലീസ് ഗെറ്റ് ഇറ്റ് ഫിക്സ്ഡ്. ഇത്രയും തലവേദനയൊക്കെ എടുക്കാനാണ് നമുക്ക് തന്നെ ചെയ്താൽ പോരായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് പ്ലീസ് കൺഫേം അബൌട്ട് ദി സ്പേസ് ഓഫ് ദ റൂം. 4 പേര് അവിടെ പോയിട്ട് അവസാനം ഉറങ്ങാൻ പറ്റാണ്ടുള്ള അവസ്ഥയാവരുത്. ഒന്നാമത് ചെറിയ കുട്ടികളുള്ളതാണ്. ഇറ്റ് ഇസ് വെരി സ്ട്രെസ്ഫുൾ ഫോർ പേരൻസ്. ആൻഡ് ഷീ ഈസ് ലൈക്ക്, ഓ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഞങ്ങളെല്ലാം സെറ്റാക്കി തരാം. 2 ദിവസമായിട്ടും ഒരു റെസ്പോൺസും ഇല്ല. സോ ഐ കോൾ എമിറേറ്റ്സ് ഡയറക്ട്ലി ആൻഡ് എമിറേറ്റ്സ് സെഡ് പ്ലീസ് ഗെറ്റ് ദിസ് ഫിക്സ്ഡ്. കാരണം ചിലപ്പോൾ അവർ ബോർഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി അഥവാ ബൈ സം ലക്ക് ഇന്ത്യയിൽ നിന്ന് കയറിപ്പോയി അവിടെ എത്തിയിട്ട് തിരിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ നോക്കുമ്പോൾ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കും. സോ ബെസ്റ്റ് ഗെറ്റ് ഇറ്റ് എമെൻഡഡ്. ആൻഡ് ഹി സെഡ് 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ 4 പേരുടെയും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ടിക്കറ്റ്സ് എടുക്കുക, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ PNR നമ്പർ കിട്ടും. അല്ലെങ്കിൽ മോളുടെ മാത്രം ക്യാൻസൽ ചെയ്തിട്ട് അവൾക്കൊരു ഫ്രഷ് ടിക്കറ്റ് എടുക്കുക, അപ്പോൾ അവൾക്ക് മാത്രം ഒരു പുതിയ PNR നമ്പർ കിട്ടും. മേക്ക് മൈ ട്രിപ്പ് ഡിഡ് ദ സെക്കൻഡ് തിങ്, വിച്ച് ഇസ് ദാറ്റ് മോളുടെ മാത്രം ക്യാൻസൽ ചെയ്തു, ജെൻഡർ അമെൻമെന്റ് ചെയ്തിട്ട് ഒരു പുതിയ ടിക്കറ്റ് തന്നു. അവളുടെ മാത്രം ഇപ്പോൾ PNR നമ്പർ വേറെയാണ്. ഫൈൻ, ബോർഡിങ് ആൻഡ് എവറിത്തിങ് ഗോ സ്മൂത്ത്ലി. എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് വാസ് ഗ്രേറ്റ്. ഞങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുന്നു. വി ആർ ടേക്കൺ ടു ദ ഹോട്ടൽ റൂം ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് റൂമിനകത്ത് 4 പേർക്ക് പോയിട്ട് 2 പേർക്ക് പോലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമില്ല. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ക്ലീൻ. അവിടെ റൂം സർവീസിനെ കോൺടാക്ട് ഒക്കെ ചെയ്യാനുള്ള ലാൻഡ് ലൈൻ വാസ് ഡെഡ്. നമുക്ക് 4 സൂട്ട് കേസും ഒരു സ്ട്രോളറാണ് ഉണ്ടായിരുന്നത്. അത് റൂമിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് എക്സ്ട്രാ ബെഡിങ് വിരിച്ച് കിടക്കാൻ പോലുള്ള സ്ഥലമില്ല. ആൻഡ് ഐ എം ഇമ്മീഡിയറ്റ്ലി ആംഗ്രി. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എത്തിയൊന്ന് എങ്ങനെയും കിടന്നാൽ മതി. മോളാണെങ്കിൽ കരച്ചിലും ബഹളവും ഒക്കെയാണ്. ഐ ഗോ ടു ദ റിസപ്ഷൻ ആൻഡ് സേ, ഞങ്ങൾക്ക് 4 പേരുടെ റൂമാണ് പ്രോമിസ് ചെയ്തിരുന്നത്. ദ റിസപ്ഷനിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഷോസ് മീ ഹിസ് വെബ്സൈറ്റ് ആൻഡ് സേസ്, മാം, മേക്ക് മൈ ട്രിപ്പിന്റെ എൻഡിൽ നിന്നുള്ള എററാണ്. ഈ റൂം, സുപ്പീരിയർ കിങ് റൂം, 2 പേരെയാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നത്. സോ പ്ലീസ് ടോക്ക് ടു ദം. സോ ഐ അഗൈൻ കോൾ മേക്ക് മൈ ട്രിപ്പ് ആൻഡ് മേക്ക് മൈ ട്രിപ്പ് സേസ്, ഇതാണ് ഞങ്ങൾ പ്രോമിസ് ചെയ്ത റൂം, ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഫ് യു വാണ്ട്, യു അപ്ഗ്രേഡ് അറ്റ് യുവർ കോസ്റ്റ്. And I was like, oh wow, great. So I talked to the hotel guy and I was like, is there another room? And he was like, UAE National Day time ilanu ma'am vandirikkunde, we are completely booked out. We do have bigger rooms. Superior King room is not meant for 4 people, but we cannot give you another room simply because we are completely booked out. Venengil you can check another hotel and oru pudhiya hotel il poi pudhiya room edukam. But again, because of the rush,
റൂം കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. നൗ ദ സെക്കൻഡ് പ്രോബ്ലം ഇസ് ദാറ്റ് ഇഫ് അറ്റ് ഓൾ ഞങ്ങൾ ഹോട്ടൽ മാറിയാലും ഞങ്ങളുടെ ആക്ടിവിറ്റീസിന്റെ പിക്കപ്സ് എല്ലാം ഈ ഹോട്ടലിൽ നിന്നാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇനി റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ആൻഡ് ഓഫ് കോഴ്സ് മേക്ക് മൈ ട്രിപ്പ് കാല് മാറുന്ന ആ പോയിന്റിൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അവർ പറയും നിങ്ങളല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഹോട്ടൽ മാറിയ, ഞങ്ങൾ എന്തിനാ പിക്കപ്പ് മാറ്റാൻ പോയത്. ഫൈനലി വി വർ ലൈക്ക്, മൈ ഹസ്ബൻഡ് വാസ് ലൈക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾ മൂന്നുപേരും കംഫർട്ടബിൾ ആയിട്ട് ബെഡിൽ കിടന്നു, ഐ വിൽ ഡു വാട്ട് എവർ, മേശപ്പുറത്ത് വല്ലതും കിടക്കാമോ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ദി എൻറ്റയർ 5 days we were in Dubai, none of us slept properly. Okay, thanks to Make My Trip. അങ്ങനെ ഒരു കണക്കിന് ആദ്യത്തെ 2 ദിവസം ഉന്തിത്തള്ളി നീക്കി. കൊച്ച് ഭയങ്കര ക്രാങ്കി ആയിരുന്നു ബിക്കോസ് ഓൾ ദി ആക്ടിവിറ്റീസ് വർ ലൈക്ക് ജാം പാക്ഡ്. ഇതുപോലെ ഒരു ദിവസം സിറ്റി ടൂറും ഡെസേർട്ട് സഫാരിയും ഒരുമിച്ച് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഡെസേർട്ട് സഫാരി വുഡ് സ്റ്റാർട്ട് at 3 ആൻഡ് അതിന് മുന്നേ ഞങ്ങൾക്ക് ഹോട്ടലിൽ വന്ന് ആഫ്റ്റർ ദ സിറ്റി ടൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ദി ഐറ്റിനറി ദേ ഗേവ് us. അപ്പൊ രാവിലെ 9 മണിക്ക് ദേ picked us up from the hotel, which is again another issue because hotel breakfast time ആയിട്ട് അത് ഓവർലാപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ല ബിക്കോസ് once we sat down we got the call saying that they നിങ്ങളുടെ പിക്കപ്പ് ഹോട്ടലിന്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ്. So we went for that without eating breakfast. And 12:30 എൻഡ് ചെയ്യേണ്ട സിറ്റി ടൂർ എൻഡ് ചെയ്തത് 2:30 2:30 ഞങ്ങൾ റൂമിൽ വന്ന് കയറുന്നു. 2:45 ആയപ്പോൾ we get the call saying desert safariയുടെ പിക്കപ്പ് is here. How am I supposed to do it? I don't know because ചെറിയ കൊച്ചിന് പാല് കൊടുക്കണം, അവളുടെ ഡയപ്പർ മാറ്റണം. And I had told this to the agent, at least 2 മണിക്കൂർ ഗ്യാപ്പ് ഇടുക ആക്ടിവിറ്റീസ് തമ്മിൽ so that the children can change and freshen up and eat something. And then they are like, ഇല്ല ഞങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഇപ്പോഴാണ് പിക്കപ്പ് തന്നേക്കണേ. I was like, I'm not coming. According to the itinerary, I have 3 കഴിഞ്ഞിട്ടായിരുന്നു പിക്കപ്പ്. And I said, no, whatever it is, ഞാൻ എന്തായാലും വരുന്നില്ല. And from that moment onwards, I said, ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാം, പ്ലീസ് എന്തെങ്കിലും പിക്കപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സെപ്റ്റ് ദ ലാസ്റ്റ് വൺ വിച്ച് ഇസ് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഡ്രോപ്പ്, ബാക്കിയെല്ലാം നിങ്ങൾ ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആൻഡ് ദേ സെഡ് അവർ റീഫണ്ട് ഒന്നും തരാൻ പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ചെന്ന് ആർഗ്യൂ ചെയ്യാൻ സമയമില്ല. ഐ ഡിഡ്ന്റ് വാണ്ട് മൈ കിഡ്സ് ഇന്റർനാഷണൽ ട്രിപ്പ് ടു ബി റൂയിൻഡ് ബിക്കോസ് ഓഫ് മേക്ക് മൈ ട്രിപ്പിന്റെ ജാട. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കരീം ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ക്ലൂക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ആൻഡ് വി ഡിഡ് വാട്ട് എവർ വി വാണ്ടഡ് ടു ഡു. ദുബായ് മോൾ ഞങ്ങൾ പോയി കണ്ടു, ഓഷ്യനേറിയം, അക്വേറിയം, അണ്ടർ വാട്ടർ സൂ, പിന്നെ ബുർജ് ഖലീഫയിലെ വ്യൂവിംഗ് ടവർ, ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പോയി ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഓക്കെ. കരീം ആപ്പ് നമ്മൾ മെയിൻ ലൊക്കേഷൻസിലൊക്കെ ആണെങ്കിൽ 5-10 മിനിറ്റിനുള്ളിൽ പിക്കപ്പ് കിട്ടും. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതും എല്ലാം ഈ ക്യാബ് എടുത്തിട്ടാണ്. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി സ്മൂത്ത്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൂക്ക് ആപ്പ് വഴി തന്നെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിന്റെയും ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു. ആൻഡ് ഐ ഡിഡ് നോട്ടീസ് ദാറ്റ് വെൻ യു ബുക്ക് ത്രൂ ക്ലൂക്ക് ദ പ്രൈസസ് ആർ മച്ച് ചീപ്പർ കമ്പയർഡ് ടു വെൻ ബുക്കിംഗ് ത്രൂ മേക്ക് മൈ ട്രിപ്പ്, വിച്ച് ഓഫ് കോഴ്സ് ഐ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് അവരുടെ കമ്മീഷനും എടുക്കാനുണ്ട്. ബട്ട് അത് സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലെങ്കിൽ വാട്ട് ഈവൻ ഇസ് ദ പോയിന്റ് ഓഫ് പേയിങ് കമ്മീഷൻ ടു ദം. ഞങ്ങൾക്ക് ആദ്യത്തെ 2 ദിവസം ലൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ടേക്കൺ മൈ കിഡ്സ് ടു സ്കീ ദുബായ് ഓൾസോ ബിക്കോസ് ബോത്ത് കിഡ്സ് ആർ ഒബ്സെസ്ഡ് വിത്ത് സ്നോ ആൻഡ് ദേ റിയലി വാണ്ടഡ് ടു ഗോ ദെയർ ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നിങ്ങളും ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എയർബിഎൻബീസ് ആർ എ ഗ്രേറ്റ് ഓപ്ഷൻ. ഷുവർ, ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. വേണമെങ്കിൽ ഒരു ദിവസം ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് അങ്ങ് ഷെഡ്യൂൾ ചെയ്യുക. ആദ്യം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, ദെൻ അപ്ലൈ ഫോർ യുവർ വിസ, ദെൻ സെർച്ച് ഫോർ ഹോട്ടൽസ് ദാറ്റ് സൂട്ട് യുവർ നീഡ്സ്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിച്ചണുള്ള ഒരു ഹോട്ടൽ, ഒരു റൂം അല്ലെങ്കിൽ ഫ്ലാറ്റ് തന്നെ ഇനി തൊട്ട് പറ്റുള്ളൂ. കാരണം ചെറിയ മോൾ അവിടെ പോയിട്ട് ഫുഡൊന്നും തന്നെ കഴിച്ചില്ല. ഇറ്റ് വുഡ് ഹാവ് ബിൻ ഗ്രേറ്റ് ഇഫ് ഐ ക്യാരിഡ് സം ഓഫ് ഹെർ ഫുഡ് വിത്ത് മീ, ലൈക്ക് ഇൻഗ്രീഡിയൻസ് ആൻഡ് ദെൻ കുക്ക്ഡ് ഫോർ ഹെർ. അവൾ കൂടുതൽ കംഫർട്ടബിൾ ആയേനെ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് പിള്ളേര് ഹാപ്പി ആണെങ്കിൽ പേരൻസിന്റെ സ്ട്രെസ് ലെവലും കുറവായിരിക്കും, നമുക്കും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, ഇഫ് പോസിബിൾ ടേക്ക് യുവർ സ്ട്രോളർ. As long as they are in a stroller that they are familiar with, I think പിള്ളേരും കുറച്ചും കൂടെ കോഓപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പഠിച്ചത്. എവറി ഇയർ വി വുഡ് പ്രോബബ്ലി ഗോയിങ് ഓൺ 1 international trip. സോ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഫ്ലൈറ്റ്സിനെ ഒഴിച്ച് വേറെ ഒന്നിനും ഞാൻ മേക്ക് മൈ ട്രിപ്പ് യൂസ് ചെയ്യില്ല. ഇൻഫാക്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ recommend make my trip to anybody because see അവരുടെ എൻ്റെ ഒരു എറർ പറ്റിയത് നമുക്ക് പിന്നെയും എക്സ്ക്യൂസ് ചെയ്യാം. പക്ഷെ എറർ ഉണ്ടായിട്ടും അവരുടെ refusal to help was what pissed me off the most. അപ്പൊ ദാറ്റ്സ് ദാറ്റ്. കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഞാൻ പോയ സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോസ് കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, ദ വീഡിയോ ഇസ് ബാഡ്ലി ക്യാപ്ചേർഡ്. ഒരു കയ്യിൽ കൊച്ചും അല്ലെങ്കിൽ ഒരു കയ്യിൽ സ്ട്രോളർ ഉന്തിക്കൊണ്ട് മറ്റേ കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയത്. കുറേയൊക്കെ മിസ് ചെയ്തു. ഇൻഫാക്ട് അണ്ടർ വാട്ടർ സൂവിൽ കുറേ കൂടെ വിഷ്വൽസ് എടുക്കണമെന്ന് വിചാരിച്ചതാ, ഗ്ലോബൽ വില്ലേജിലെയും കുറേ കൂടെ എടുക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം. ഒറ്റയ്ക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ആകെ 2 കയ്യിലേ മനുഷ്യനുള്ളൂ, അതിൽ തന്നെ എല്ലാം മാനേജ് ചെയ്യണമല്ലോ.
അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. നെക്സ്റ്റ് ടൈം ഐ ട്രാവൽ ഐ വിൽ പ്രോബബ്ലി ബുക്ക് എൻ Airbnb with a kitchenette so that I can cook for my kids in case they get really cranky. And of course, നല്ല ബെഡ് അത്രയും ഞാൻ എന്തായാലും ഉറപ്പാക്കും. സോ ദിസ് ഇസ് മൈ ഫൈനൽ ഡേ ഇൻ ദുബായ്. അന്ന് ഞാൻ ഗ്രോസറീസ് റെയ്ഡ് ചെയ്തു. എനിക്ക് മസാല ലോക്കൽ കോഫി ഇത് വാങ്ങുന്നതിൻ്റെയൊക്കെ ഒരു ഒബ്സെഷനുണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ഡൺ. ആൻഡ് പിന്നെ ദുബായ് മോളിൽ പോയിട്ട് എൻ്റെ ഇപ്പോൾ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡായ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും പിക്ക് ചെയ്തു. ഇറ്റ്സ് ഫോർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദുബായ് വാസ് ഗ്രേറ്റ് ഈവൻ ദോ ഇറ്റ് വാസ് സപ്പോസ് ടു ബി വിന്റർ. എനിക്ക് കുറച്ച് ചൂടായിട്ട് തോന്നി, ബട്ട് ഗൾഫ് ടെറൈനിൽ നമുക്ക് ഇത്രയും തണുപ്പൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ വിന്റർ സമയങ്ങളിൽ. സോ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദുബായ് അറ്റ് ഓൾ. ഐ ഓൺലി ഹാവ് എ പ്രോബ്ലം വിത്ത് മേക്ക് മൈ ട്രിപ്പ് ആൻഡ് ദെയർ pathetic planning. Barring that, the trip was pretty nice. Children had a lot of fun from the moment that we decided that we will do what we want and not what Make My Trip planned for us. That's that. So this was my final day in Dubai. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹോട്ടലിൽ പോയി പെട്ടിയും കിടക്കൊക്കെ എടുത്ത് we checked out and we went straight to the airport. ബാക്കി ഷോപ്പിംഗ് എല്ലാം നമ്മൾ അവിടെ ഡ്യൂട്ടി ഫ്രീയിലാണ് ചെയ്തത്. Another thing I would recommend is that you get a forex card. It helps a lot with shopping. അപ്പോൾ that's all guys. അടുത്ത വീഡിയോയിൽ കാണാം. ആദാബ്, നമസ്തേ, ബൈ.